നമ്മൾ സംഗീതമേ ജീവിതം ജീവിതത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമാണ് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഓർമ്മയിൽ വെക്കേണ്ട കാര്യങ്ങൾ, ജീവിതം കൂടുതൽ ആസ്വാദ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് സംഗീതത്തിനിടയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ ലഹരി എന്ന് പറയുന്ന ഒരു വിഷയം, ലഹരി എന്താണെന്ന് നമ്മൾ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങൾ പോലും ഒരുപാട് തവണ കേൾക്കാറുണ്ട്. പക്ഷെ എന്താണ് ലഹരി എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും അത്ര സീരിയസ് ആയിട്ട് ചിന്തിച്ചു കാണില്ല. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ സംഭാഷണങ്ങൾക്കിടയിലൂടെ, പാട്ടുകൾക്കിടയിലൂടെ ലഹരി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി ബിന്ദു വേണുഗോപാൽ എഴുത്തുകാരിയാണ്, കവയത്രിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. അപ്പോൾ ശ്രീമതി ബിന്ദു ചെന്നൈയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ബിന്ദു, നമസ്കാരം. നമസ്തേ. നമസ്തേ അസീസ്, എല്ലാവർക്കും നമസ്കാരം. എന്തായത്, കുറച്ചു ദിവസം കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു? ചെറിയൊരു ഇടവേളയായിരുന്നു ശരിക്കും. അപ്രൂവ്ഡ് ലീവ് ആയിരുന്നു. ചെറിയൊരു അതെ അതെ ജീവിതത്തില് ഒരു ചെറിയ പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് വീണ്ടും അല്ല, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ആ പ്രൊമോഷൻ എന്താണെന്ന് പറയൂ. എനിക്കൊരു പേരക്കുട്ടി ഉണ്ടായി. എല്ലാവർക്കും വേണ്ടി കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ് സംഗീതമയ ജീവിതത്തിന് വേണ്ടി. താങ്ക് യു സോ മച്ച്. നമ്മളിത് വളരെ രസകരമായ ഒരു വിഷയമാണ്, കേൾക്കാൻ നല്ല സുഖാണ് ലഹരി എന്നൊക്കെ പറയുമ്പോൾ. നമ്മൾ ഒരുപാട് സിനിമാ ഗാനങ്ങളിലൂടെയും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ലഹരി വിരുദ്ധം എന്ന് കേൾക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിനു മുമ്പൊക്കെ നമ്മുടെ സിനിമയിലൊക്കെ, സിനിമാ പാട്ടുകളിലൊക്കെ ലഹരിയെ കുറിച്ചാണ് കേട്ടുള്ളത്. എന്താണ് ലഹരി എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്, അല്ലേ? അപ്പൊ എന്നെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു എത്രയോ പേര് ഈ തിരക്കുകൾക്കിടയിൽ സംഗീതത്തിന്റെ ഒരു ചെറിയ ലഹരി നുണയാനാണ് ഈ സംഗീത വീട്ടിലേക്ക് കാതോർത്തെത്തുന്നത്, ഒരുമിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോ എന്താണ്, സ്നേഹം, സൗഹൃദം, സംഗീതം ഒക്കെ ഒരുമിച്ച് ചേരുന്ന ഈ സംഗീത വീടിനെ മനോഹരമാക്കുന്നതിന് പിന്നിൽ നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സംഗീതത്തിന്റെ ചെറിയ ലഹരിയുണ്ട്. അപ്പൊ അതിലേറെ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു അനുഭവം കൂടി, ഒരു നിരീക്ഷണം കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയ സുഹൃത്തുക്കളായ അസീസിനോടും നീലിമയോടും ഉള്ള അഭിനന്ദനങ്ങൾക്കൊപ്പം വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതൊരു പാട്ടരങ്ങ് എന്നതിനുപരി ഒരു നാട്ടരങ്ങ് പോലെ, ഇന്നിവിടെ സംസാരിച്ച പോലെ കാലിക പ്രസക്തമായ, സാമൂഹിക പ്രസക്തിയുള്ള ചില വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ ഈ വേദിയിൽ നടക്കുന്നു. അപ്പൊ അത് വളരെയേറെ സന്തോഷം നമുക്ക് തരുന്നുണ്ട്. ഇത് വളരെ കലാകാരന്റെ സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള ഒരു വിഷയം നമ്മുടെ പല വലിയ വേദികളിൽ വലിയ ചർച്ചകൾക്ക് വഴി നൽകിക്കൊണ്ടിരുന്ന ഈ സമയത്ത് വളരെ അനൗപചാരികമായ ഒരു സുഹൃത്ത് സംഗമമാണ് സംഗീതമേ ജീവിതം. അപ്പൊ അവിടെയും നമ്മൾ ഇത്രയേറെ പ്രസക്തിയുള്ള വിഷയങ്ങൾ ആധികാരികമായി സംസാരിക്കുന്ന വേദികൾ ഒരുക്കുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ആ അഭിനന്ദനങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ അർഹരാണ്. ആ സന്തോഷം നിങ്ങൾക്കൊപ്പം ഞാനും പങ്കുവയ്ക്കുന്നു. വളരെ സന്തോഷം, നല്ല വാക്കുകൾ. സത്യം പറഞ്ഞാൽ ഇത് ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് ആളുകൾ നമ്മൾ ഇതിനെ ഒരു നെഞ്ചു ഏറ്റി വാങ്ങിയത് കൊണ്ട്, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു ഇൻസ്പിറേഷനാണ്. ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്തത് എന്ത് ചെയ്യണം എന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഇത്തരം വാക്കുകളാണ്. ഇപ്പം